വേദിയിലിരിക്കുന്ന ശ്രീമതി ലീന ജെയിംസ്, മുനിസിപ്പൽ കൗൺസിലർ, ഇന്ന് മുഖ്യമായ പ്രഭാഷണം നടത്തുവാനെത്തിയിരിക്കുന്ന പാല അൽഫോൻസ കോളേജ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ അനു ജോസ്, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജോബിറ്റ് സാറെ, സെൻറ്റ് മേരീസ് LP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബിനുമോൻ മാത്യു സാറെ, PTA പ്രസിഡൻറ്റ് ശ്രീ ഷിനുമോൻ ജോസഫ്, വിദ്യാർത്ഥികളുടെ പ്രതിനിധി മുഹമ്മദ് അമീർ ഖാൻ, കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീമതി ജീനാമോൾ സെബാസ്റ്റ്യൻ ടീച്ചർ, സ്നേഹമുള്ള അധ്യാപകരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സെനാറിയോ എന്ന പേരിൽ സെൻറ്റ് മേരീസ് LP സ്കൂളിൻ്റെ 60ാമത് വാർഷികാഘോഷം നടക്കുന്ന അവസരമാണിത്. സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ വാർഷിക ആഘോഷത്തിൻ്റെ സന്തോഷം ഞാനേറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വാർഷികത്തിന് വേണ്ടി ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് നൽകിയ സ്വീകരണങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിയ തീം ഡാൻസ്, എൻട്രൻസ് ഡാൻസൊക്കെ ഗംഭീരമായിരുന്നു, അതിമനോഹരമായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തുമാത്രം പ്രാധാന്യം, ഗൗരവം ഈ വാർഷികത്തിന് നൽകി, എന്തുമാത്രം ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ അധ്വാനിച്ചു, പണിപ്പെട്ടു എന്നുള്ളതാണ്. സാറിനോടും അധ്യാപകരോടും എല്ലാ കുട്ടികളോടും ഉള്ള അഭിനന്ദനങ്ങളും സ്നേഹവും പ്രോത്സാഹനവും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. വർഷമായ ഒരു സ്കൂള് എത്രമാത്രം മഹത് വ്യക്തികളെ ഈ സ്കൂള് ജനിപ്പിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയായിരുന്നു. രാഷ്ട്രീയ മേഖലയിലും സാംസ്കാരിക മേഖലയിലും മതമേഖലയിലുമെല്ലാം എന്തുമാത്രം നേതാക്കൾക്ക്, പ്രശസ്ത വ്യക്തികൾക്ക് ജന്മം നൽകിയ ഒരു സ്കൂളാണ് ഈ സെൻറ്റ് മേരീസ് LP സ്കൂൾ. വിദ്യാഭ്യാസത്തിൻ്റെ ബാലപാഠം പഠിച്ച സ്കൂളാണിത്. ഈ നാട്ടിലുള്ളവരുടെ ഗുരുക്ഷേത്രമാണ്. ഉണ്ടായിരുന്ന എല്ലാ മാനേജർ അച്ഛന്മാരെയും, എല്ലാ ഹെഡ് മാസ്റ്റർ ഹെഡ് മിസ്ട്രസ്മാരെയും, അധ്യാപകരെയെല്ലാം നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പ്രസംഗത്തിന് വാർഷികത്തിൽ വലിയ പ്രാധാന്യമില്ല എന്ന് എനിക്കറിയാം. മാതാപിതാക്കൾ വന്നിരിക്കുന്നത് കുട്ടികളുടെ കളികൾ കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ്. കുട്ടികൾ ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ അവസരമായിട്ടെടുക്കുന്നതിനാൽ അവർക്ക് ശാന്തമായിരിക്കാനും സാധിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചിന്തകൾ മാത്രം ഞാൻ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ ദൗത്യം ഞാൻ നിർവഹിച്ചുകൊള്ളാം. പറയാനുള്ളൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്നോട് ഒരു അധ്യാപകൻ സാറ് പറഞ്ഞച്ചാ, പണ്ടൊക്കെ കുട്ടികൾ പഠിക്കാതെ വന്നാൽ കുട്ടികളോട് നീ എന്താടാ പഠിക്കാത്തതെന്ന് ചോദിക്കാമായിരുന്നു. പിന്നീട് കുറേ കൂടെ നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ
മാതാപിതാക്കളോട് ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് താങ്കളുടെ കുട്ടി പഠിക്കാത്തത്? ഇപ്പം ഇത് രണ്ടും നടക്കുകയല്ല. ഇപ്പം ചോദിക്കുന്നത്, സാർ എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിയെ വേണ്ട വിധം പഠിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി തോറ്റുപോയത്? ഉത്തരവാദിത്വം ആരുടെ ചുമലിൽ വന്നു എന്ന് ചോദിച്ചാൽ അധ്യാപകരുടെ ചുമലിൽ ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ വന്ന് പേറിക്കിടക്കുകയാണ്. അനുമോദിക്കുന്നു. സാറിൻ്റെ അതിശക്തമായ പിൻബലത്തിൽ മറ്റധ്യാപകർ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും മനോഹരമായിട്ട് പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സെൻറ്റ് മേരീസ് LP സ്കൂള്. നല്ല സ്ട്രെങ്തുണ്ട്, നല്ല അധ്യാപകരുണ്ട്, കുട്ടികൾ നല്ല കുട്ടികളാണ്, നല്ല പരിശീലനം കുട്ടികൾക്ക് കൊടുക്കുന്നു. മാതാപിതാക്കളും സമൂഹവും ഇവരോട് ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് വളർത്തിയെടുക്കാൻ നിങ്ങളുടെ ഈ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഏറെ സ്നേഹത്തോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഒന്നാന കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ
ഭാഷയിൽ ജനസേവനം ചെയ്യുന്ന സെൻറ് മേരീസിൻ്റെ നല്ല സഹാരിയായ ശ്രീമതി ലീന ജെയിംസിന് ഉദ്ഘാടന പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ മാനേജർ സെബാസ്റ്റ്യൻ വെട്ടുകലിലച്ച, മുഖ്യപ്രഭാഷണം നടത്തുന്ന പ്രൊഫസർ അനു ജോസ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജുമോൻ സാർ, അരുവിത്തറ സെൻറ് ജോർജ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജോബറ്റ് സാർ, PTA പ്രസിഡന്റ് ഷിനുമോൻ തോമസ്, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന അരുവിത്തറ സെൻറ് മേരീസ് LP സ്കൂളിൻ്റെ ഈ ധന്യമുഹൂർത്തത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും നേരട്ടെ. ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന അരുവിത്തറ സെൻറ് മേരീസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ നേരെക്കാൾ ഉപരിയായി അഭ്യുദയകാംക്ഷിയായ ഒരു രക്ഷകർത്താവ് എന്ന നിലയിലും എനിക്ക് ഈ സ്കൂളിനോട് അതിയായ കടപ്പാട് സ്നേഹവുമുണ്ട്. ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന സ്കൂളിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും കൂടുതൽ ഉണ്ടാകട്ടെന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പഠനകാര്യങ്ങളിൽ മാത്രമല്ല, കലാകായിക രംഗങ്ങളിലും നമ്മുടെ കുട്ടികൾ മുൻപന്തിയിൽ തന്നെയാണ്. അതിന് അവരെ വേണ്ടി പ്രയത്നിക്കുന്ന അധ്യാപകരെയും മാതാപിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് ദൈവം എല്ലാ അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നതും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. She is a talented teacher of English department, associate NCC officer and a good orator. We are very proud to invite Lieutenant Anu Jose for the keynote address. ഇന്നത്തെ ഈ 60ാമത് സ്കൂൾ വാർഷികാഘോഷ പരിപാടികളുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സ്കൂൾ മാനേജർ വെരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകലിലച്ച, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ആത്മാർത്ഥമായ സന്തോഷവും നിഷ്കളങ്കമായ ആവേശവും നിറഞ്ഞ ഈ കുഞ്ഞുങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോൾ നല്ല വെയിലത്ത് കുറേ ദൂരം നടന്ന് വരുന്ന ഒരാൾക്ക് തണൽ കിട്ടുമ്പോൾ ലഭിക്കുന്ന ആശ്വാസമാണ് എനിക്കും തോന്നുന്നത്. അതൊരു പക്ഷേ ഈ കുഞ്ഞുങ്ങളെക്കാൾ അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാകും. വളരും തോറും അസന്തുഷ്ടരും അതൃപ്തരുമാകുന്ന വലിയവരുടെ വിചിത്രമായ ഒരു ലോകമാണ് നമ്മളുടെ LP സ്കൂളുകളുടെ മതിൽക്കെട്ടുകൾക്ക് പുറത്തുള്ളത്. 4-5 വർഷം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെയും ആ ലോകത്തേക്ക് നമ്മൾ കടത്തിവിടും. ലോകത്ത് നിന്ന് അവരെ മറച്ചു പിടിക്കുക നമുക്ക് സാധ്യമല്ല. പകരം ആശ്രമാകാനിടയുള്ള ഒരു ലോകത്തെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മുൻപിലുള്ള ഏറെ പ്രധാനമായ ഒരു വെല്ലുവിളി. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിൽ ആസുരമായ തൻ്റെ സമൂഹത്തോട് കലഹിച്ച് 9ാം വയസ്സിൽ ഇനി ഞാൻ വളരുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു ബാലൻ്റെ കഥയുണ്ട്, ടിൻഡ്രം. ഈ സമൂഹത്തോട് ചേർന്നു പോകാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അസാധാരണമായ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും ആ ബാലൻ എൻ്റെ 9 വയസ്സിനപ്പുറത്തേക്ക് ഞാൻ വളരുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങൾക്കാർക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതകളില്ലാത്തത് കൊണ്ട് ഈ ലോകത്തിന് ആവശ്യമായ കഴിവുകളും കരുതലുകളും നൽകി അവരെ വളർത്തുക എന്ന ശ്രമകരമായ ജോലിയിലേക്ക് നാം പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ഓരോ കുഞ്ഞും ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് പറയുക. അവരെ എങ്ങനെ വളർത്തണം, എങ്ങനെ വഴി നടത്തണം എന്നൊന്നും കൃത്യമായ നിർവചനങ്ങൾ സാധ്യമല്ല. എങ്കിലും 3 കാര്യങ്ങളാണ് മാതാപിതാക്കളോടും അധ്യാപകരോടും കുഞ്ഞുങ്ങളോടുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.
മുൻപോട്ടുള്ള വളർച്ചയിൽ ഒന്നാമതായി ദൈവത്തോട് ചേർന്ന് വളരാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. വളർത്താൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം. ലോകപ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ശൈലേഷ് മേത്തയുടെ ഒരു സംഭവ കഥ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പങ്കുവയ്ക്കുന്ന അനുഭവ കഥ ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് 5 വയസ്സുകാരിയായ മകളെയും കൊണ്ട് ചെറുപ്പക്കാരായ മാതാപിതാക്കൾ കടന്നു ചെല്ലും. ജീവിക്കാനുള്ള ഏക സാധ്യത 30% മാത്രമാണ്. ഒരു സർജറിക്ക് ശേഷം അവൾ ജീവിക്കാനുള്ള സാധ്യത 30%. സർജറി ഇല്ലാതെ ആ കുഞ്ഞിന് ജീവിക്കാൻ 6 മാസം കൂടിയേ ഇനി ആയുസുള്ളൂ. അപ്പോൾ മാതാപിതാക്കൾ സർജറിക്ക് തയ്യാറാകുന്നു, കുഞ്ഞിനെ ഒരുക്കുന്നു. സർജറി ടേബിളിൽ കിടക്കുന്ന ഈ കുട്ടി ഡോക്ടറോട് ചോദിക്കുന്നത്, അങ്ങൻ്റെ ഹൃദയം കീറി മുറിക്കുമോ? അദ്ദേഹം പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നിനക്ക് വേദന എടുക്കാത്ത വിധം നിൻ്റെ ഹൃദയം തുറന്ന് ഞാൻ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി. അപ്പോൾ ആ കുഞ്ഞ് പറയുന്നത്, എനിക്ക് പേടിയില്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിലാണ് ദൈവം താമസിക്കുന്നത്. അങ്ങൻ്റെ ഹൃദയം തുറന്നു വരുമ്പോൾ ദൈവത്തെ കാണുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് എന്നോടൊന്ന് പറയണം. ഞാൻ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷെ അമ്മ എപ്പോഴും പറയും ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. അങ്ങനെ ആ കുഞ്ഞ് മയക്കത്തിലേക്ക് വീഴുന്നു. ഡോക്ടർ സർജറി ആരംഭിക്കുന്നു. ഏതാണ്ടൊരു സർജറി പൂർത്തിയായി, തുന്നിക്കെട്ടലുകളൊക്കെ നടക്കുന്നു. അപ്പോഴാണ് ഡോക്ടർ ശ്രദ്ധിക്കുന്നത്, കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് സർജറിക്ക് ശേഷം ഒരു തുള്ളി രക്തം പോലും വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ പെൺകുട്ടി മരിച്ചു എന്നാണ്. ആ നിമിഷം അദ്ദേഹം പറയുന്നത്, 69 വയസ്സുകാരനായ ഈ ഹൃദ്രോഗ വിദഗ്ധൻ ഒരു ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ല. ആ സർജറി ടേബിളിൽ നിന്ന് കണ്ണുകളടച്ച് അദ്ദേഹം ദൈവത്തോട് ഇത്രമാത്രം പറഞ്ഞു, ഞാനൊരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, എങ്കിലും ദൈവമുണ്ടെന്ന് ഈ പെൺകുട്ടിയും ഇവളുടെ മാതാപിതാക്കളും വിശ്വസിക്കുന്നു. അവളെ ബോധിപ്പിക്കാനെങ്കിലും നീ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. അദ്ദേഹം പറയുന്നത്, പിന്നീട് അദ്ദേഹം കണ്ണുകൾ തുറക്കുമ്പോൾ രക്തക്കുഴലുകളിലൂടെ അവളുടെ ഹൃദയത്തിലേക്ക് ആദ്യത്തെ ഒരു തുള്ളി രക്തം എത്തുന്ന ഒരു കാഴ്ചയെപ്പറ്റി അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അതിനുശേഷം ആ കുഞ്ഞ് ആശുപത്രി വിടാറായപ്പോൾ ഡോക്ടർ വീണ്ടും അവളെ കാണാൻ ചെന്നു. ഡോക്ടറെ കണ്ട വഴി ആ കുഞ്ഞ് ചോദിക്കുന്നത് ഇത്രയുമാണ്, അങ്ങൻ്റെ ഹൃദയം തുറന്നപ്പോൾ ദൈവത്തെ കണ്ടുവോ? ആ ദൈവത്തിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? അദ്ദേഹം മറുപടി പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തുള്ളി രക്തത്തിൻ്റെ രൂപത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ ബോധ്യത്തിൽ നിന്നാണ് 69 വയസ്സുകാരനായ അതിപ്രതിഭാശാലിയായ ഒരു മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുക. എല്ലുകൾ മുറിയുന്ന, ഹൃദയം മുറിയുന്ന വേദനയെ ഭയപ്പെടാതെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണാനുള്ള ഒരു സാധ്യതയാണ് തനിക്ക് വന്ന ഈ അസുഖം എന്ന ആ കുഞ്ഞിൻ്റെ ബോധ്യം അവളുടെ അമ്മയിൽ നിന്ന് അവളിലേക്ക് എത്തിയതാണ്. ഏത് ദുഷ്കരമായ വഴിയിലൂടെ നീങ്ങുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കാൻ അതൊരു സിദ്ധിയാണ്. ആ സിദ്ധിയിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൻ്റെതായ പരാജയങ്ങളൊന്നും അവരെ തൊടാതെ നിൽക്കും. രണ്ടാമതൊന്ന്, സഹോദരങ്ങളുമായി ചേർന്ന് നിൽക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത്. പലവിധ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളാൽ മുറിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അങ്ങനെ മുറിക്കപ്പെട്ട മനുഷ്യരെല്ലാം ഏകോദര സഹോദരങ്ങളാണെന്നൊരു ബോധ്യത്തിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ സാധിച്ചാൽ അത് അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ അറിവായിരിക്കും. ഒരു കഥ ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ തിരക്ക് പിടിച്ച ജോലികൾ ചെയ്യുന്ന ഒരു അച്ഛൻ, അദ്ദേഹത്തെ കളിക്കാൻ നിർബന്ധിക്കുന്ന ഒരു മകൻ. അവസാനം അരിശം വന്നിട്ട് ഈ അച്ഛൻ ചെയ്യുന്നത്, മുൻപിൽ കിടന്ന പത്രത്തിൻ്റെ പുറത്ത് ഒരു ഭൂപടമുണ്ട്, ഒരു വേൾഡ് മാപ്പ്. അദ്ദേഹം ആ മാപ്പ് പല കഷ്ണങ്ങളായി മുറിച്ച് ഈ കുഞ്ഞിൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് പഴയതുപോലെയാക്കുക, നീ ഇതെല്ലാം ഒന്ന് ഓർഡറിൽ കൂട്ടി ഒട്ടിക്കുക, അത് കഴിയുമ്പോഴേക്കും ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ വരാം. അപ്പോൾ ഒരു വേൾഡ് മാപ്പ് ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ച് അത് പഴയ അവസ്ഥയിലാക്കുക എന്നത് ശ്രമകരമായൊരു ജോലിയാണ്. അവൻ ആ ജോലി ഒരിക്കലും തീർക്കില്ലെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ ജോലി നിർബാധം തുടരാം എന്നും വിചാരിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കാണുക. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ വേൾഡ് മാപ്പ് പൂർത്തീകരിച്ച് മകൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചെത്തി. അദ്ദേഹം ആശ്ചര്യത്തോടെ ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ ശരിയാക്കി? ആ കുഞ്ഞു പറഞ്ഞ മറുപടി, ഈ തുണ്ട് കടലാസുകളുടെ എല്ലാം പുറകിൽ ഒരു മനുഷ്യൻ്റെ മുഖമുണ്ടായിരുന്നു.
ഞാൻ ആ മനുഷ്യൻ്റെ മുഖം ശരിയാക്കി. അത് ശരിയാക്കിയപ്പോൾ ലോകത്തിൻ്റെ മുഖം ശരിയായി. നമ്മുടെ ലോകത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ശരിയാവുക എന്നത്. നമ്മളെല്ലാവരും ഒന്നാണെന്ന ബോധ്യമാണ് നമ്മൾ ശരിയാവാനുള്ള ഏറ്റവും ചെറിയ എളുപ്പവഴി എന്ന് പറയുന്നത്. മൂന്നാമതായി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു സിദ്ധി എന്നത് അവനവനോട് ചേർന്ന് നിൽക്കാൻ. വലിയ കുട്ടികളെ കണ്ടു ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ പറയുന്ന അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളിൽ ഒന്ന് ഡിപ്രഷനാണെന്നാണ് പറയുക. 18, 19, 20 വയസ്സുള്ള കുട്ടികൾക്ക് ജീവിതത്തെ മതിവരോളം കണ്ടു തീരാത്ത കുട്ടികൾക്ക് എന്ത് ഡിപ്രഷനാണെന്ന് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയാം, നമുക്കെല്ലാവർക്കും ആരോടും സ്നേഹമില്ലെങ്കിലും അവനവനോടൊരല്പം സ്നേഹം നമ്മളെല്ലാവരും ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അവനവനോട് പോലും ഒരു തരി സ്നേഹമില്ലാതെയാണ് അവർ വളർന്നു വരുന്നത് എന്നത് അതിശയോക്തിയല്ല. എല്ലാവരുടെയും ഉള്ളിൽ അനന്തമായ സാധ്യതകളുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ ചിത്രശലഭത്തിൻ്റെ ലൈഫ് സൈക്കിൾ പഠിക്കുന്നവരാണ്. അപ്പോൾ ഒരു പ്യൂപ്പയിൽ നിന്ന് വർണ്ണച്ചിറകുകളുള്ള പൂമ്പാറ്റയായി അതെങ്ങനെ മാറുന്നു എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ പുഴുവിൻ്റെ ഉള്ളിലെയും സാധ്യത പൂമ്പാറ്റയാവുക എന്നതാണ്. എന്നിട്ടും എല്ലാ പുഴുക്കളും പൂമ്പാറ്റയായി മാറുന്നില്ലല്ലോ. ചുരുക്കം ചിലർ മാത്രമാണ് തങ്ങളുടെ ഉള്ളിലെ സാധ്യതകളെ കണ്ടെത്തുന്നത്. നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും ഇതാണ്. മറ്റൊരാളെ നോക്കി നമുക്കെന്തില്ല എന്ന് വേവലാതിപ്പെടാതെ, അസംതൃപ്തരാകാതെ, സന്തോഷമില്ലാത്തവരായി മാറാതെ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് അവനവൻ്റെ ഉള്ളിലെ അനന്ത സാധ്യതകളെ തിരിച്ചറിയാൻ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് കരുത്ത് പകരണം. അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മളൊക്കെ എന്തില്ല എന്ന് മാത്രം അന്വേഷിക്കാൻ ശീലിക്കുന്നവർ എന്തുണ്ട് എന്ന് കണ്ടെത്തുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു കാര്യമാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, നിൻ്റെ ഉള്ളിൽ ഒളിമങ്ങാത്ത സാധ്യതകളുണ്ടെന്ന്. ആ സാധ്യതകളാണ് നിൻ്റെ ജീവിതത്തിൽ സന്തോഷം പകരാൻ ഇടയാകുന്നതെന്നും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കാവണം. മാതാപിതാക്കളോട് ഒരു വാക്ക്, നമുക്ക് സാധിക്കാതെ പോയ കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളല്ല നമ്മളുടെ കുഞ്ഞുങ്ങളെന്ന് പറയും. പരിണാമ സിദ്ധാന്തമൊക്കെ നമ്മൾ പരിചയത്തിലുള്ളവരാണ്. ഡാർവിൻ്റെ സിദ്ധാന്തമനുസരിച്ച് പരിണാമത്തിൻ്റെ ഓരോ പടിയിലും ഹയർ ഓർഡർ ആനിമലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെക്കാൾ എന്തുകൊണ്ടും സിദ്ധിയും സാധ്യതയും കൂടുതലുള്ളവരാണ് നമ്മുടെ മക്കൾ. അവരെ ഒരിക്കലും നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം വളർത്തരുത്. പകരം അവരുടെ ഉള്ളിലെ സാധ്യതകളെ കണ്ടെത്തിയിട്ട് ആ സാധ്യതകളിലേക്ക് നടന്നെടുക്കാൻ അവർക്ക് സഹായമായാണ് മാതാപിതാക്കളും അധ്യാപകരും എന്നും നിലകൊള്ളേണ്ടത്. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു വാക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. തികച്ചും സാധാരണക്കാരനായ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയോട്, അബ്ദുൽ കലാമിൻ്റെ അമ്മയോട് പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളല്ല, അവർ നമ്മളിലൂടെ വന്നുവെന്നേ ഉള്ളൂ. അവർ നമ്മൾക്കുള്ളവരല്ല, അവർ നാളെയുടെ പുത്രന്മാരും പുത്രിമാരുമാണ്. ഈ ഒരു വാചകം അധ്യാപകരും മാതാപിതാക്കളും മനസ്സിൽ സൂക്ഷിക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവർ നാളെയുടെ പുത്രന്മാരും പുത്രിമാരുമാണ്. വിശാലമായ ലോകത്തെ സ്വപ്നം കാണാൻ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. വിശാലമായ ലോകത്തിൻ്റെ അപകട സാധ്യതകളെ തിരിച്ചറിയാൻ, അവരുടെ കണ്ണിന് കാഴ്ച തെളിയാൻ നമ്മൾ അവർക്ക് തുണയായി ഉണ്ടാവണം. വൈലോപ്പള്ളിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന് പറയുന്നൊരു കവിത അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ എന്തായി തീരണം ആ മുകുളം, നിന്നിലെ നിന്ന് വളർന്നിടട്ടെ. ഞാനിത് ആശംസിക്കാം, നീ യഥേഷ്ടം ജ്ഞാനങ്ങൾ നേടി കഴിയുമ്പോഴും ഈ മനഃശോഭയഥീ ശരീര സ്തേവാമഭംഗുരമാകനെങ്കിൽ. നീ എന്തായി തീരണം എന്ന് പറയാനുള്ള ക്രാന്തദർശിത്വം എനിക്കില്ലായകയാൽ ഞാനിത് മാത്രമാണ് നിനക്ക് ആശംസയായി നൽകുന്നത്. നീ എന്തായാലും, എത്ര വലുതായാലും, എവിടെ പുലർന്നാലും നിൻ്റെ ഉള്ളിലെ നന്മയുടെ വെട്ടം അണഞ്ഞു പോകാതിരിക്കട്ടെ. 60ാം വാർഷികാഘോഷ ദിനത്തിൽ എനിക്ക് നിങ്ങൾക്കായി നേരാൻ ഈ ആശംസ മാത്രമേ ഉള്ളൂ. എവിടെയായാലും, എത്ര വളർന്നാലും കണ്ണിലെ നന്മയും ഹൃദയത്തിലെ സന്തോഷവും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 60 വർഷം കൊണ്ട് മികവിൻ്റെ കേന്ദ്രമായി മാറിയ ഈ പ്രിയ വിദ്യാലയത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. For your thoughtful words. You are all stars, but you all must learn how to shine, and now it's the time to appreciate the talents
of our shining stars, I am really glad to invite very Reverend Sebastian Vettukalil to distribute the scholarship. സിസ്റ്റർ മരിയ എൻഡോമെൻ്റ് 2022-23 സ്കൂൾ വർഷത്തിൽ വാർഷിക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സ്കോർ കരസ്ഥമാക്കുന്ന ഒരാൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കുമായി ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 4A ആദിശങ്കർ ആർ അനാൻ. കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. ഗേൾസിൽ മെക്സ ഹനാൻ, ബോയ്സ് മുഹമ്മദ് നായിം. സ്റ്റാൻഡേർഡ് 4C ശ്രീഹരി ES. ഗേൾസിൽ അമ്ന ബിൻസാദ്. 2023-24 സ്കൂൾ വർഷത്തിൽ 2 ടേമിലും കൂടി ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ സ്കോർ കരസ്ഥമാക്കുന്ന കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകൾ: ശ്രീമതി AU മറിയക്കുട്ടി ആൻഡ് ഫാമിലി സ്കോളർഷിപ്പ്, സ്റ്റാൻഡേർഡ് 4A ഫൈസാൻ സാഹിബ്. സ്റ്റാൻഡേർഡ് 4C അതുൽ രതീഷ്.
അജ്വൽ നായർ. 2023-24 സ്കൂൾ വർഷത്തിൽ വേദപാഠത്തിന് ഒന്നാം സ്ഥാനം നേടിയ കുട്ടികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പുകൾ: ശ്രീ ജോസഫ് ഡേവിഡ് കുന്നൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ്, സ്റ്റാൻഡേർഡ് 4A ജോസഫ് ജോണി, സ്റ്റാൻഡേർഡ് 4B അന്നാബിയ, സ്റ്റാൻഡേർഡ് 4C ജാക്ലിൻ ജോസഫ്, ശ്രീ സെബാസ്റ്റ്യൻ ആൻഡ് ശ്രീമതി കത്രീന വരദരാജൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ്, സ്റ്റാൻഡേർഡ് 3A എഡ്വിൻ ജോസഫ്, സ്റ്റാൻഡേർഡ് 3B ജൂബൽ റോബിൻസ്, സ്റ്റാൻഡേർഡ് 3C ജോമൻ ജോലി, Ranger B. Sebastian American Memorial Scholarship, Standard 2A Eric Ross Viju, Standard 2B Jaron Chini, Standard 2C Jeremy Ranjit, Standard 1B Andra Destiny, Standard 1C Jerry Joseph, Standard 4B Peter City, Standard 4C Jacqueline Joseph, Standard 3A Muhammad Sanan, Standard 2-3B Diana Shetty, Standard 3C Asna Anas, Standard 2A Muhammad Roshan Shami, Standard 2B Muhammad Rishan, Standard 2C Jeremy Ranjit, Standard 1A Shivani Shubhi, Standard 1B Aisha Sara,
Leo